സുഖം, സൗകര്യം എന്നെല്ലാം പറയുന്നത് ആപേക്ഷികമാണ്. ആരുടെ സുഖം? ആർക്ക് സൗകര്യം? സ്വന്തം മാളത്തിലെ ചൂടുപേക്ഷിച്ച് പുറത്തിറങ്ങാൻ മടിക്കുന്ന ഇഴജീവിയാണ് ഇടത്തരക്കാരൻ. ആ ഭീരുത്വം നിങ്ങൾ ആദ്യം ഉപേക്ഷിക്കുക. ഇന്നലെ ശ്രദ്ധിക്കുന്നുണ്ടോ? ചരിത്രം തിരുത്തിയെഴുതാൻ മുന്നിട്ടിറങ്ങുന്നവർക്ക് പലതും സഹിക്കേണ്ടി വരും, ത്യജിക്കേണ്ടതായും വരും. ഞാൻ പറഞ്ഞില്ലേ, ബൊളീവിയൻ കാടുകളിൽ പോയോ? ആരത്? എന്താ ഉപദേശം കൊടുത്തിരുന്നത്? ഒരു പഴയ കക്ഷി, നിനക്കറിയില്ല. അമ്മയ്ക്ക് പകുതി ദിനം മാറിക്കാണും ഇന്നലെ കണ്ടപ്പോൾ തന്നെ, അല്ലേ? പിന്നെ എടുക്കാം. കഴിയുന്ന പലതും ഞാൻ ചെയ്തു. കുറെ ആളുകളുടെ ഒപ്പ് ശേഖരിച്ച്. അറിയാം ചേച്ചി. ചേച്ചി കാണണം എപ്പോഴും വിചാരിക്കും. അവിടെ വന്ന് കാണാൻ ഒന്നും തോന്നരുത് ചേച്ചി, മനസ്സ് സമ്മതിക്കണ്ട്. വരാത്തത് നന്നായി. ഈശ്വര, എത്ര കൊല്ലായി. കഴിഞ്ഞ ജന്മത്തിൽ എന്നോ കണ്ട പോലെയാണിപ്പോ, അല്ലേ? കസ്റ്റഡിയിലെ 9 മാസം അടക്കം 8 വർഷം 20 ദിവസം. ആരോഗ്യത്തിന് വിശേഷിച്ച് ഒന്നുമില്ല. അയ്യേ, ഇതെന്ത് വേഷ? തെക്കേറയിലെ പെട്ടിയിൽ എന്റെ 2 സാരി ഉണ്ടായിരുന്നു, കണ്ടില്ലേ? നോക്കില്ല. എത്ര പ്രാർത്ഥന, എത്ര വഴിപാടുകൾ. ഇന്ദു ചേച്ചിക്ക് വിശ്വാസം ഉണ്ടാവില്ല. എന്നാലും ഞാൻ ചെയ്തതൊക്കെ സാറിനറിയാം. ഞാനിപ്പോ ശിഷ്യനായിരിക്കുന്നു, എന്നാലും പഴയ സാറെന്ന വിളി മാറിയിട്ടില്ല. ഇനി ചേച്ചിയുടെ ദേഹം ഒന്ന് നന്നാക്കണം, അത് ഞാൻ ഏറ്റു. ഒക്കെ വലിച്ചു പുറത്തിട്ടു. നിന്നെ ഞാൻ വാ. ഇതാരാന്നറിയോ? നീ കണ്ടിട്ടില്ലാത്ത ഒരാളാ. ഇതാ നിന്റെ വല്യമ്മ. വല്യമ്മയെ പറ്റി ഞാൻ പറയാറുണ്ട്, എപ്പോഴെങ്കിലും വരുന്ന മാത്രമേ. ഓ, കണ്ണൂരിലെ വല്യമ്മ. അവിടെ ഊഞ്ഞാലുണ്ടോ? എന്ത്? കണ്ണൂരിലെ വല്യമ്മന്റെ വീട്ടില്. നീ ചെന്ന് മേക്കഴുക. കല്യാണിനോട് പറഞ്ഞാ മതി. പഴയ ആൾക്കാര് അടുത്തു കൂടാൻ തുടങ്ങിയോ? ഏയ്, അങ്ങനെ ഒരു അബദ്ധം അവർക്ക് പറ്റില്ല. ഒരാളെ കണ്ടു, അതുകൊണ്ട് തന്നെ മതിയായി. ഗുഡ് മോർണിംഗ്. ബുദ്ധിമുട്ടിക്കലാണെന്ന് തോന്നരുത്. ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽസ് ഒക്കെ ഞാൻ സ്റ്റഡി ചെയ്തു. ഫാമിലി റീയൂണിയൻ, ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? വേണ്ട. ഒരു സീരിയസ് ഇന്റർവ്യൂ ആണ് എന്റെയും. അതിന് പറ്റിയത് അമ്മയാണ്, അകത്തുണ്ട്, പക്ഷെ സുഖമില്ല. അറിയാം, രാമേട്ടൻ പറയാറുണ്ട്. എന്റെ കൂടെയുള്ള ആളാണ് രാമേട്ടൻ. നിങ്ങളുടെ ഒരു ഇന്റർവ്യൂവിന് റീഡർ അപ്പീൽ കൂടുതലുണ്ടാവും. പിന്നെ മാസപ്പീലിന് വേണ്ടി ഞാൻ തുണി അഴിച്ച് പോസ് ചെയ്യണമെന്ന് അവൻ ഡിമാൻഡ്. ഗെറ്റ് ഔട്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ച്. പ്ലീസ് ഗെറ്റ് ഔട്ട്. ഇറ്റ്സ് ഓക്കെ. പത്രക്കാരനെ അടിക്കുമെന്നായിരുന്നു പേടി. പഴയ ഇന്ദു ചേച്ചി തന്നെ ഇപ്പോഴും. എന്റെ ലൈബ്രറി ബുക്കിൽ ലവ് ലെറ്റർ വെച്ച് തന്ന കക്ഷിയെ ചേച്ചി പിടച്ചുകാരൻ ഞാൻ പറഞ്ഞിട്ടില്ലേ സാറിനോട്? എന്റെ അയലക്കത്ത് ഒരു ലീഡിംഗ് വക്കീലാണ്. അയാൾ പറഞ്ഞത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ സെക്ഷൻ 432. മതി മതി, ആദ്യം ഇതും പറയേണ്ട ഒരു ഭാഗത്തിരുന്നാ മതി. ചേച്ചി മനസ്സിന് കുറച്ച് സന്തോഷമായിട്ടിരിക്കണം, അതേ എനിക്കറിയാവൂ. ഞാൻ മറ്റു ചില പ്രോബ്ലംസ്. വേണ്ട. അന്നേ കണ്ണി കണ്ട പുസ്തകങ്ങളൊക്കെ ചേച്ചിയെ കൊണ്ട് വായിപ്പിച്ചിട്ടാ ചേച്ചിയുടെ തലയിരിഞ്ഞു പോയത്. എനിക്കറിയാം. ഇവിടെ ചില നിയമങ്ങളും വകുപ്പുകളും ഞാൻ പാസാക്കുന്നു. വായിക്കൊള്ളാത്ത വർത്തമാനങ്ങളും ചർച്ചകളും പാടില്ല. 1, ഭരണം ഇവിടെ കുറച്ചു കാലത്തേക്ക് ഞാനാ.
പഴയ സെറ്റുകാര് താടി നീട്ടി പൊക്കണത്തിൽ നാല് പുസ്തകമായി വന്നാലേ ചൂലെടുത്ത് ഞാൻ മയക്കും. എന്താ? ശരി സാർ. ആ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി ആരും വിസ്തരിക്കണ്ട. നല്ല എണ്ണയും കുഴമ്പും തേച്ച് കുളിക്കുക, നല്ല ആഹാരം കഴിച്ച് വിശ്രമിക്കുക. അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട്. പണിക്കാരത്തെയും കൊണ്ടുവന്നിട്ടുണ്ട്. ആ സെക്ഷൻ വകുപ്പൊക്കെ എന്റെ പുസ്തകത്തിലുണ്ട്. ചേച്ചി ചിരിച്ചൊന്ന് കണ്ടു, സന്തോഷമായി. വരൂ. സാറിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല കല്യാണത്തിന്. പിന്നെ എല്ലാവരും അടുത്തുകൂടി. സാറിന്റെ അച്ഛൻ ഇപ്പൊ ബാബുവിന് ജീവനാ. അമ്മ പറഞ്ഞു നീ എറണാകുളത്ത് പോയെന്ന്. വീട്ടിലൊരു താമ്രപത്രം കിടക്കണ്ടെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടും വണ്ടി ഫ്രീ ആയി കേട്ടില്ലല്ലോ. അമ്മ ഒരുപാട് സഹിക്കുന്നുണ്ട്. ഞാൻ ഇനി അങ്ങോട്ട് പോയിക്കോട്ടെ, അവിടെ ശാരദേച്ചിക്ക് ആരുമില്ല. ഓ പൊയ്ക്കോ. ആ പിന്നെ ശാരത്തിച്ചോട് പറ, ഞങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഒന്നിങ്ങോട്ട് എഴുന്നള്ളിയ വളരെ ഒരു പോകുന്നില്ലാന്ന്. ആ നിക്ക്. കുറച്ചു ദിവസം നീ ഇവിടെ നിന്നത് വലിയ ഉപകാരമായി. അയ്യോ, ഇതെന്തിനാ? വെച്ചോ, നീയും കുറെ ബുദ്ധിമുട്ടിയതല്ലേ. വേണ്ട വേണ്ട, ഹേയ് ഞാൻ വാങ്ങില്ല. ഒഴിവുള്ളപ്പോഴൊക്കെ ഞാൻ വരാം. പാവം. സാബി ചേച്ചി വന്നിട്ടുണ്ട്. അവരുടെ കൂടെ പണിക്ക് ആളുണ്ട്. പ്രഭാകരൻ മാഷില്ലേ? കുറച്ച് വെള്ളം. ഗുരുവായൂരിന്ന് തൊഴുതു മടങ്ങുമ്പോ കുറുപ്പും ദാസം വരും. പലഹാരത്തിനുള്ള അരി അടിച്ചോ? അവരുടെ കൂടെ ചിലപ്പോ എനിക്ക് തൃശ്ശൂർ വരുന്ന പോകേണ്ടി വരും. പോണതിന് മുമ്പേ അപ്പുറത്തെ വല്യമ്മ ഒന്ന് പോയി കാണുന്നില്ലേ? സ്വന്തക്കാരെക്കാളും നമ്മളെ സ്നേഹമുള്ളതാ ആ വല്യമ്മ. ദണ്ണും കേടുള്ള വീട്ടിൽ അയലക്കാർ കയറണത് ഒരു നാട്ടുനടപ്പാണ്. അറിയില്ലേ ആവോ? പ്രഭാരൻ സാർ ഉണ്ടാവും അവിടെ. അയാളേതോ പ്രൈവറ്റ് കോളേജിലെ മാഷല്ലേ? പ്രൊഫസർ. ഇപ്പൊ കയറി 3 വർഷം കഴിയുമ്പോ എല്ലാരും പറയും പ്രൊഫസർ. മൂത്തവൾ ഇപ്പോഴും അകത്ത് സുഖവാസം അല്ലേ? നിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്. വന്നിട്ടുണ്ട്. ജീവപര്യന്തം ഇത്ര വേഗം തീർന്നു? പുള്ളിയെ സൂത്രത്തിൽ നിങ്ങോട്ട് വിളിക്കും. എന്റെ ഫ്രണ്ട്സിനൊന്ന് കാട്ടിക്കൊടുക്കാമല്ലോ. പറയുന്നത് കേട്ടാ തോന്നും 2 തലയുള്ള വല്ല അത്ഭുത ജീവിയുമാണെന്ന്. അവള് ശരിക്കൊരു പാവ. പാവം പെണ്ണുങ്ങളല്ലേ മുഴുവൻ ജയിലിൽ പോകുന്നത്. പിന്നെ ഒരു കാര്യം, ഫ്രണ്ടാണ്, നെയ്ബറാണ്, അതൊക്കെ ശരി. കൂട്ടുകെട്ട് വേണ്ട. കേസും വകുപ്പ് ഇത് വേറെയാ. എന്താ അവളുടെ പേര്? ഓർമ്മയില്ലേ? ആ വിലാസത്തിൽ എനിക്കൊരു 100 കത്തെങ്കിലും അയച്ചിട്ടുണ്ടാവും കല്യാണത്തിന് മുൻപ്. ഇനി എന്റെ പേര് മറന്നു പറയുമോ ആവോ? വേഗം 3 നാൾ കൂടി ഭക്ഷണം തയ്യാറായിക്കും. ഇപ്പൊ അറിയാത്തവര് കണ്ടാ ഞാനാ മൂത്തതെന്ന് പറയും. അമ്മയ്ക്ക് അധികം ഇല്ലല്ലോ, വലിയ വ്യത്യാസമില്ല. പ്രഭാകരൻ നായർ വന്നിട്ടില്ലേ? ഉവ്വ്. ഇതാരാ? ഒഴിഞ്ഞു കളയേണ്ടി വരും ഉണ്ണൂലമ്മയ്ക്ക് പേടി മാറാൻ. വല്യമ്മയ്ക്ക് നീന്താൻ അറിയോ? നീന്തലിൽ ഫസ്റ്റ് എപ്പോഴും നിന്റെ അമ്മയാണ്. ചോദിച്ചു നോക്ക്. ചേച്ചി, അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും വെവ്വേറെ സ്ഥലത്താ? അറിയാൻ ചോദിക്കുക. വകുപ്പുണ്ടാക്കിയത് നീയാണ്. ആ വക കാര്യങ്ങൾ ചോദിക്കരുതെന്ന്. തെറ്റിക്കുന്നത് നീ തന്നെ.
സത്യം ചേച്ചി, ഞാൻ ചിലപ്പോഴൊക്കെ രാത്രി കിടക്കുമ്പോ വിചാരിക്കും ചേച്ചി എന്തിലാ കിടക്കണേ, എന്താഹാര കഴിക്കണേ എന്നൊക്കെ. ഇപ്പൊ നമ്മൾ രണ്ടാളും മാത്രല്ലേ ഉള്ളൂ. എന്തിനാ ഇതിനൊക്കെ ചേച്ചി പോയത്? നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ ചേച്ചിക്കാവോ? എന്നിട്ട് എന്ത് നേടി? എന്തെങ്കിലും നേടിയോ? പിന്നെന്തിനാ ഇതിനൊക്കെ ചാടി പുറപ്പെട്ടത്? അത് പറയൂ. അത് നിനക്ക് മനസ്സിലാവില്ല. പഠിക്കുന്ന കാലത്ത് ഇത് തന്നെ പറയാറ്. നിനക്ക് മനസ്സിലാവില്ല. എനിക്കിനി മനസ്സിലാവണമെന്നില്ല. നോക്കുവല്ലേ, എനിക്ക് ആ പൂ പൊടിച്ചു തരുമോ? വിടണ്ട. ചെറുപ്പത്തിലേ മരം കയറാൻ എക്സ്പെർട്ട് ആയിരുന്നു നിന്റെ വല്യമ്മ. ചെല്ല. അതാ അവിടെ ഒന്ന്. ഇപ്പോഴോ? ഇവളോട് തോറ്റു കൊടുത്തില്ലെങ്കിൽ ഇന്ന് മുഴുവനും മുഖം ഏൽപ്പിച്ച് നടക്കില്ലേ? നഗ്നവാനം എത്തി ഇന്നരെ. അസത്ത് പെണ്ണുങ്ങളുടെ കടവില ഏതു നേരം. തിരുമേനി, ആണുങ്ങളുടെ കടവ് അപ്പുറത്താണ്. എഴുതി വെച്ചിട്ടുണ്ടോ? കണ്ടില്ല. മതി ചേച്ചി, ആരൊക്കെ വരുന്നുണ്ട്. വരട്ടെ, ആളുകൾ കാണാൻ തന്നെയല്ലേ. എന്തൊക്കെയാ എഴുതി കൂട്ടുന്നേ? നിനക്ക് മനസ്സിലാവില്ല. നീ കിടന്നുറങ്ങിക്കോ.